നമസ്കാരം. ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ സീരിയൽ നടൻ അർജുനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചുവെന്ന് ദിവസങ്ങൾക്ക് മുൻപ് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. താരം കസ്റ്റഡിയിൽ ആണ് എന്ന വാർത്ത ചക്കപ്പഴം പരമ്പരയിലെ ശിവനെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഏറെ നിരാശയുണ്ടാക്കി. എന്നാൽ അർജുനുമായി ബന്ധപ്പെട്ട ഈ വാർത്തയിൽ യാതൊരുവിധ വാസ്തവവും ഇല്ല എന്നാണ് ഭാര്യ സൗഭാഗ്യ വെങ്കിടേഷിന്റെ പോസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത്. വാവിട്ട് കരയുന്ന സൗഭാഗ്യ വെങ്കിടേഷും മർദ്ദനമേറ്റ് തളർന്നു കിടക്കുന്ന നടൻ അർജുൻ സോമശേഖരനും തുടർന്ന് കൊച്ചു ബേബിയെ അറസ്റ്റ് ചെയ്തു. മന്ത്രിമാർ വിളിച്ചു പറഞ്ഞിട്ടും വിട്ടില്ല. ഇങ്ങനെയൊരു ക്യാപ്ഷനോട് കൂടിയാണ് സൗഭാഗ്യ പോസ്റ്റ് ചെയ്തത്. നിരവധി ആളുകളാണ് അർജുനെയും കുടുംബത്തെയും പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തുന്നത്. വാഹനമിടിച്ച കേസുമായി ബന്ധപ്പെട്ട് അർജുൻ പോലീസ് കസ്റ്റഡിയിലാണ് എന്നാണ് വാർത്തകൾ പ്രചരിച്ചത്. വാർത്തയിൽ യാതൊരുവിധ സത്യവും ഇല്ല എന്ന് കാട്ടി ചക്കപ്പഴം താരങ്ങളും പോസ്റ്റുകൾ പങ്കിട്ടതോടെയാണ് വ്യാജ വാർത്തയ്ക്കെതിരെ ആരാധകരും രംഗത്ത് വന്നത്. 2 ദിവസം മുൻപ് രാത്രി അർജുന്റെ വാഹനവും ഒരു ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചുവെന്നും ഓട്ടോറിക്ഷക്കാരന്റെ ഭാഗത്താണ് തെറ്റ് എന്നാരോപിച്ച് അർജുൻ ഓട്ടോറിക്ഷക്കാരനെ മർദ്ദിച്ചു എന്നുമാണ് ആരോപണം. അപകടം നടന്ന സമയത്ത് തടിച്ചു കൂടിയവർ അർജുൻ ഓട്ടോറിക്ഷക്കാരനുമായി തർക്കിക്കുന്ന ഒരു വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തതോടെ സംഭവം കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയിൽ പടരുകയും ചെയ്തു. മുമ്പ് താര കല്യാണിന്റെ മരുമകൻ, നർത്തകൻ എന്നീ ലേബലുകളിലാണ് അർജുൻ സോമശേഖരൻ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടിരുന്നത്. ഏറെ നാളത്തെ സൗഹൃദത്തിനും പ്രണയത്തിനും ശേഷമാണ് അർജുനും സൗഭാഗ്യയും വിവാഹിതരായത്. ഇരുവർക്കും സുദർശന എന്നൊരു മകളുമുണ്ട്. അവൻ എന്റെ മരുമകനാണെങ്കിലും അവൻ എന്റെ മകനാണെന്നാണ് താര കല്യാൺ മുൻപ് പ്രതികരിച്ചത്. അവനെപ്പോലെ ഒരു മരുമകനെ കിട്ടിയത് ഞങ്ങളുടെയെല്ലാം സൗഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവന് എന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തതും. ഇതെല്ലാം എന്റെ ചെറുമകളുടെ ഭാഗ്യമാണ് എന്നും താര കല്യാൺ പറയുന്നു. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് താര കല്യാണിന്റേത്. മകൾ സൗഭാഗ്യയും കൊച്ചുമകൾ സുദർശനയും താര കല്യാണിന്റെ അമ്മയും നടിയും സംഗീതജ്ഞയുമായ സുബ്ബലക്ഷ്മിയുമെല്ലാം പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയവരാണ്. കഴിഞ്ഞ ദിവസമാണ് സുബ്ബലക്ഷ്മി അമ്മ മരണത്തിന് കീഴടങ്ങിയത്. അറിയപ്പെടുന്ന സംഗീതജ്ഞ കൂടിയായ ആർ സുബ്ബലക്ഷ്മി ഏറെ നല്ല കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ബാല്യകാലം മുതൽ തന്നെ കലാരംഗത്ത് സജീവമായിരുന്നു സുബ്ബലക്ഷ്മി. 1951 ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രവർത്തനം ആരംഭിച്ചു. തെന്നിന്ത്യയിലെ ഓൾ ഇന്ത്യ റേഡിയോയിലെ ആദ്യ വനിതാ കമ്പോസറായിരുന്നു. രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലൂടെയാണ് തുടക്കം. കല്യാണരാമൻ, തിളക്കം, പാണ്ടിപ്പട, CID മൂസ, സൗണ്ട് തോമ, കൂതറ, പ്രണയകഥ, സീതാ കല്യാണം, വൺ, റാണി പത്മിനി തുടങ്ങി 70ഓളം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ്, സംസ്കൃതം, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലും വേഷമിട്ടു. കല്യാണ രാമുദു, യാ മായ ചേസാവേ, ഏക് ദിവാനാദ, ദിൽ ബേചാര, രാമൻ തേടിയ സീതേ, ഹൗസ് ഓണർ, ബീസ്റ്റ്, ഹൊഗനസു, മധുരമിതം, ഇൻ ദ നെയിം ഓഫ് ഗോഡ് തുടങ്ങിയവയാണ് അന്യഭാഷാ ചിത്രങ്ങൾ. ടെലിവിഷൻ രംഗത്തും സജീവമായിരുന്നു സുബ്ബലക്ഷ്മി. ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തിരുന്ന വളയം, ഗന്ധർവയാമം തുടങ്ങി 65ഓളം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ 14ഓളം പരസ്യ ചിത്രങ്ങളിലും വേഷമിട്ടു. ജാക്ക് ഡാനിയൽ, റോക്ക് ആൻഡ് റോൾ തുടങ്ങിയ ചിത്രങ്ങൾക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. മേരിക്കുണ്ടൊരു കുഞ്ഞാട്, അമ്മിണി, രുദ്രസിംഹാസനം, ജിമ്മി ഈ വീടിന്റെ ഐശ്വര്യം എന്നീ ചിത്രങ്ങളിൽ ഗാനവും ആലപിച്ചു.